ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എന്നെ ഏൽപ്പിച്ചൊരു ദൂത് നമുക്ക് വായിച്ച് കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം വേഗത്തിൽ ഒരാൾ മൈക്കിൽ കൂടി വായിച്ച് കേൾപ്പിക്കുമല്ലോ. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഇതാ ഞാൻ അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇന്നു ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നു എങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നു എങ്കിൽ ശാപം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ശാപവുമുണ്ട് അനുഗ്രഹവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യങ്ങൾ. ഈ ഭൂമിയിൽ ശാപവുമുണ്ട് അനുഗ്രഹവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാപം, ഈ ഭൂമിയിൽ ശാപം മാറ്റുവാൻ കഴിവുള്ള ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഇന്ന് പകലിൽ ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഏകദേശം അക്രൈസ്തവ ഭവനങ്ങളിൽ അതുപോലെ തന്നെ ചില പെന്തക്കോസ് ഭവനങ്ങളിൽ കയറി ചെല്ലുമ്പോൾ പ്രായമുള്ള ചില ആളുകൾ പറയും, മക്കളുടെ വിവാഹങ്ങൾ നടക്കാതിരിക്കുമ്പോഴും അവർക്ക് സാമ്പത്തികമായുള്ള പ്രതിസന്ധി വരുമ്പോഴും ലോണുകൾ എടുത്തിട്ട് തിരിച്ചടയ്ക്കുവാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ ബാങ്കുകാർ ജപ്തിക്ക് വീട്ടിൽ വരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ശാപം. ആമേൻ. ചില മക്കൾ കുടുംബജീവിതത്തിനകത്ത് പ്രവേശിച്ചിട്ട് സന്തോഷകരമായൊരു കുടുംബജീവിതം നയിച്ചു പോകുവാൻ കഴിയാതെ വരുമ്പോൾ പ്രായമുള്ള ചില ആളുകൾ പറയുന്നൊരു പതിവുണ്ട്, ഇത് തലമുറകളുടെ ശാപമാണ്. പ്രൈസ് ദി ലോർഡ്. അനേകരെ ശാപമാണെന്ന് ഈ ഭൂമിയിൽ നിന്ന് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം എനിക്ക് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയുവാൻ ഒരു കാര്യമുണ്ട്. ഈ ശാപത്തെ മാറ്റുവാൻ കാൽവരി ക്രൂശിലേക്ക് നോക്കുക. നമുക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അനാഥരെയും ആലംബഹീനരെയും കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയും സ്തോത്രം, അതുപോലെ അന്ധന് കാഴ്ച കൊടുത്തും മരിച്ചവരെ ഉയർപ്പിച്ചും 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ സുവിശേഷ നന്മ സുവിശേഷീകരിച്ചുകൊണ്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസ്രയനായ യേശു തന്റെ വൃദ്ധന്മാരെ ചേർക്കുവാൻ ആകാശത്തിന്റെ കീഴിൽ ഹല്ലേലൂയ സർവശക്തനായ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഈ നിമിഷവും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് ഈ പത്യോപദേശത്തിൽ നിൽക്കുന്ന ദൈവവൈതലെ, നിന്റെ മുമ്പിൽ ശാപമില്ല. കാരണം ശാപം കാൽവരിയിൽ ദൈവം വഹിച്ചു. ഞങ്ങളെ ദൈവം ഇവിടെ നിർത്തിയിരിക്കുന്നത് ദൈവവചനം പ്രസംഗിക്കാനാ. ദൈവവചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല ശാപങ്ങളും അഴിഞ്ഞു മാറിപ്പോകുവാനിടയായിത്തീരും. പലപ്പോഴും അനേകർ ഇന്ന് നിലവിളിച്ച് കരയുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. 1, 2, 3, 4 സ്തോത്രം 5-ലധികം വിഷയങ്ങൾ ചില കുടുംബങ്ങളിൽ കടന്നു വരുമ്പോൾ ഒത്തിരി മാതാപിതാക്കൾ അലമുറയിട്ട് കരയുകയാ. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുന്നില്ല. 30 വയസ്സ് കഴിഞ്ഞ്, 35 വയസ്സ് കഴിഞ്ഞ്, 40 വയസ്സായി, ഇതുവരെ എൻ്റെ തലമുറയുടെ, എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നില്ല. ഇത് പൂർവ്വപിതാക്കന്മാരുടെ ശാപമാണ്. ഹല്ലേലൂയ. ദൈവവൈതലേ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ
ഏതെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ എൻ്റെ ദൈവം നിന്റെ ശാപത്തെ ആമേ പൂർണ്ണമായി അടിച്ചു തരുവാനിടയായി തീരും. സാത്താൻ കുരുക്കി വെച്ചിരിക്കുന്ന ചില കുരുക്കുകളെ അടിച്ചു മാറ്റുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അവർ കരങ്ങളെ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് ഈ നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. Praise the Lord. Hallelujah. Amen. ഈ ദൈവവചനം ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ശാപത്തിൽ കിടക്കുന്ന നിന്നെ അനുഗ്രഹിപ്പാൻ യേശു ഞങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാ. Praise the Lord. എത്ര പേരുകൾ, എത്ര കുടുംബങ്ങൾ, എത്ര അക്രൈസ്തവരായ ആമേ കുടുംബങ്ങൾ ഹല്ലേലൂയ ആമേ ഇന്ന് യേശുവിനെ ദൈവരക്ഷിതാവായി സ്വീകരിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന സ്നേഹിത, ഇതൊരു മതം മാറ്റുന്ന സന്ദേശമല്ല. നിന്റെ മനസ്സ് മാറിയാൽ നിന്റെ കുടുംബത്തിലുള്ള സാഹചര്യത്തെ ദൈവം മാറ്റും. ഈ പ്രസംഗം നിന്റെ പുരക്കകത്ത് കയറി വരുമ്പോൾ നിന്റെ നന്മയെ തടയുന്ന ശത്രുവിന്റെ ആമേ ദുഷ്ടവ്യാപാരത്തെ, ആ ശാപബന്ധനത്തെ എന്റെ ദൈവം ഇന്ന് പകൽക്കാലം വചനം അയച്ച് ഈ ശാപത്തെ തകർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തിപ്പിടിച്ച് 3 ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശപിക്കപ്പെട്ടവർ, ശാപമെന്ന് പറഞ്ഞ് ശപിക്കപ്പെട്ട ആരെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ശാപത്തെ ഈ വചനത്തിൽ കൂടി ദൈവം അഴിക്കാൻ പോകുകയാ. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോയ ചില വിടുതലുകൾ, സാത്താൻ അടച്ചു വെച്ച ചില മണ്ഡലങ്ങൾ, ആമേ തലമുറയുമായി ബന്ധപ്പെട്ട്, ആമേ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നീ പരാജയപ്പെട്ടു പോയ വ്യക്തിയായിരിക്കാം. ഒത്തിരി അഹോരാത്രം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉറക്കം ആമേ ഉണർന്നിരുന്ന് ആമേ സ്തോത്രം നീ അധ്വാനിച്ചിട്ട് നിനക്ക് കയറി വരുവാൻ കഴിയാതെ വന്ന പല കുരുക്കുകളിട്ട്, കടബാധ്യതകളിട്ട് ആമേ കുടുംബ ജീവിതത്തിനകത്ത് സന്തോഷമില്ലാതെ, മനസ്സിനൊരു സന്തോഷമില്ലാതെ, പ്രത്യാശകൾ നഷ്ടപ്പെട്ടു പോയവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. കർത്താവ് യേശുവിലേക്ക് മടങ്ങി വാ. ആ യേശുവിലേക്ക് നോക്ക്. ആമേ പ്രിയ ദൈവമക്കളെ, ഒന്ന് വിശ്വസിക്ക്. നിന്റെ ശാപത്തെ അഴിക്കുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ആമേ നിന്നെ വിടുവിപ്പാൻ കഴിയോ? ഓ ചൂടമന്ന ഹസ്തരാജ വൈഡരാജ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേ വർഷങ്ങൾ കൊണ്ട് ആമേ ചികിത്സ തേടിയിട്ട് നിനക്കൊരു പൂർണ്ണ വിടുതലിലേക്ക് വരാൻ കഴിയാതെ വന്ന് പലവിധമായ രോഗങ്ങളിട്ട് കുരുക്കിയിട്ടിരിക്കുന്ന ചില മണ്ഡലങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അത് അഴിയുവാൻ ഇടയായി തീരും. വിശുദ്ധ വേദപുസ്തകം എടുത്തെടുത്ത് വിളിച്ചു പറയുന്ന ചില ആമേ കാര്യങ്ങളുണ്ട്. 12 വർഷം ആമേ രക്തസ്രാവമുള്ളവളെ യേശു സൗഖ്യം ആ ബന്ധനത്തെ, ആ ബാധയെ ദൈവം അടിച്ചു മാറ്റി. 18 വർഷം ആമേ കൂനിയായിരുന്ന സഹോദരി, ലൂക്കോസിന്റെ സുവിശേഷം ആമേ 13-ാം അധ്യായത്തിൽ ആമേ പറയുന്നു, 18 വർഷം കൂനിയായി ബന്ധിക്കപ്പെട്ടവളെ ആ ബന്ധനത്തെ ദൈവം അടിച്ചു മാറ്റി. ആമേ സ്തോത്രം ഹല്ലേലൂയ. യോഹന്നാൻ 5-ൽ വായിക്കുമ്പോൾ അവിടെ വിളിച്ചു പറയുന്നു, 38 വർഷം ബെഥസ്ദാ കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യൻ, ഒരു വിടുതൽ പോലും ഇല്ലാതെ വന്ന കഴിഞ്ഞ 37 വർഷമായി പലരും അവന്റെ ഫ്രണ്ടിൽ കൂടി വിടുതൽ പ്രാപിച്ചു കൊണ്ടുപോകുന്നത് അവൻ കണ്ടുകൊണ്ട് കിടക്കുകയാ. 38-ാമത്തെ വർഷം അവന്റെ അരികിൽ യേശു വന്നു. നിന്റെ ശാപത്തെ അടിക്കുവാൻ, അവൻ നിന്റെ ബന്ധനത്തെ ആമേ ഹല്ലേലൂയ കെട്ടിനെ പൊട്ടിച്ചു മാറ്റുവാൻ യേശു നിന്റെ ഭവനത്തിൽ വരുന്നുണ്ട്. കണ്ണുനീരൊഴുകി കരഞ്ഞ് ആമേ കണ്ണിനകത്ത് കണ്ണുനീർ തുള്ളികളില്ലാതെ വറ്റിപ്പോയ പലരും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ മുഴങ്കാലും അടക്ക്. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി കർത്താവ് ഒരത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു മടുത്തുപോയവരെ, നിന്റെ ജീവിതത്തിൽ നിന്റെ തലമുറയുടെ ഭാവിയെ ബന്ധിച്ചു വെച്ച ചില ശത്രുവിന്റെ പോരുകളെ ശാപമെന്ന് പറഞ്ഞ് മാറ്റിയിട്ട ആമേ ചില മേഖലകളിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിനക്ക് വേണ്ടി ഒരു വിടുതൽ അയക്കാൻ പോകുകയാ. ഒന്ന് മുഴങ്കാൽ മടക്കി ആമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്. ആ ശിരസ് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ കണ്ണുകളെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പറ, എന്നെ സഹായിപ്പാൻ, എന്നെ സഹായിപ്പാൻ യേശുവേ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പകൽക്കാലം ഹല്ലേലൂയ.
കണ്ണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പലരും പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാ. നിന്നെ മുൻപോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ആമേ ഹല്ലേലൂയ, നിന്റെ ഹല്ലേലൂയ അനുഗ്രഹത്തെ തടയുന്ന ആമേ, നിന്റെ അനുഗ്രഹത്തെ തടയുന്ന ആമേ ചില ശത്രുവിന്റെ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ എഴുതുകയാണ്. പലരും പറഞ്ഞത് ശാപമാണ്, അതുകൊണ്ടായി നിന്റെ ജീവിതത്തിൽ ഇത്രയും വേദനകൾ നീ ചുമക്കേണ്ടി വരുന്നത്. ഒരു രോഗം മാറുമ്പോൾ മറ്റൊരു രോഗം ആമേ ഒന്നിനു പുറകെ ഒന്നൊന്നായി കയറി വരുമ്പോൾ ആമേ പൂർവ്വപിതാക്കന്മാർ ആമേ പ്രായമുള്ളവർ ആമേ ചില ആളുകൾ പറയുന്നതുണ്ട് ശാപമാണ്, ശാപം ശാപം. അതുകൊണ്ടാണ് ഈ വേദന നിന്നെ വിട്ട് മാറാത്തത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ശാപം നിന്നെ വിട്ട് ഇറങ്ങാൻ പോകുകയാ. ചില വീടുകൾ വിട്ട്, ചില കുടുംബങ്ങൾ വിട്ട്, ചിലരുടെ തലമുറകൾ വിട്ട് ഈ ശാപം അഴിയുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ആമേ ഭയപ്പെടുത്തുന്ന, പ്രാർത്ഥിക്കുന്ന നിന്നെ നിരാശപ്പെടുത്തുന്ന ആമേ ഹല്ലേലൂയ ചില പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. നമ്മളെല്ലാം ലോകത്തിൽ കിടന്നവരാ, ആർക്കും വേണ്ടാതെ ചപ്പ് ചവറെന്ന് പറഞ്ഞ് നമ്മളെ തള്ളിക്കളഞ്ഞവരാ. എന്നാൽ ഒരിക്കൽ യേശു നമ്മളെ തേടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എൻ്റെ കഴിവോ എൻ്റെ യോഗ്യതയോ എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. ആമേ സ്തോത്രം ഹല്ലേലൂയ. കാരണം കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ഒരിക്കലും നീ മടുത്തു പോകരുത്, ഒരിക്കലും നീ തളർന്നു പോകരുത്. നിന്നെ കാണുന്ന രണ്ട് കണ്ണ് സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. ആമേ ആരൊക്കെ നമ്മളെ കളിയാക്കിയാലും, ആരൊക്കെ നമ്മളെ മൈനസ് പറഞ്ഞ് നമ്മളെ വേദനിപ്പിച്ചാലും, ചിലർ വാക്കുകൾ കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുക. ആമേ പ്രാർത്ഥിക്കുന്നവരിൽ കൂടി, ചില ആളുകളിൽ കൂടി, ചില ദൈവദാസ, എല്ലാവരുടെ കാര്യമല്ല, ചില ദൈവദാസന്മാരിൽ കൂടി, ചില ദൈവദാസിമാരിൽ കൂടി, ചില പ്രവാചകന്മാരിൽ കൂടി നമ്മളെ തളർത്തിക്കളയുന്ന ചില ശോധനകൾ വരാ, ചില പ്രയാസങ്ങൾ വരാ, ചില പ്രതിസന്ധികൾ വരാ. ആമേ അങ്ങോട്ട് അവരെ നോക്കരുത്, നീ സ്വർഗത്തിലേക്ക് നോക്ക്. നിന്നെ വിളിച്ചത് ആരാണ്? നിന്നെ വിളിച്ചത് എൻ്റെ ദൈവമാണെങ്കിൽ ഒരിക്കലും നീ പരാജയപ്പെടുകയില്ല. പരിശുദ്ധാത്മ നിയോഗത്തിൽ വിളിച്ചു പറയാ, 2025 വർഷം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ആമേ ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ച ചില അരുളപ്പാടുകൾ, നിന്റെ സന്തതിക്ക് ഒരു നന്മ ഇനി കിട്ടത്തില്ല, ഇനി ഉണ്ടാകത്തില്ല, ഇനി തലമുറ ഉണ്ടാകത്തില്ല, പ്രായം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് ലോകം കൈവിട്ടെങ്കിൽ പരിശുദ്ധന്മാർ വിളിച്ചു പറയാ, ആ ശാപത്തിന്റെ കെട്ടുകളെ അടിച്ച് ആമേ പിശാച് അടച്ചു വെച്ച ചില നന്മകൾ ചില കുടുംബങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ശാപം അനുഗ്രഹമാക്കി തീർക്കുവാൻ ശശി ബ്രദറെ ഒരിടമുണ്ട്, അത് ദൈവത്തിന്റെ സന്നിധിയാ. ഉറപ്പുള്ളവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം പറയേ ഇല്ലേ? സ്തോത്രം. എന്നെ വിളിച്ചിട്ട് പലരും പറയുന്നുണ്ട് പല പ്രോപ്പർട്ടികൾ വിൽക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, പിള്ളേരെ കെട്ടിച്ചു വിടാൻ പറ്റുന്നില്ല, പല പ്രോപ്പർട്ടികൾ വിൽക്കാൻ പറ്റുന്നില്ല. തടസ്സം തടസ്സം. കാരണം അപ്പൻ്റെ കാലം മുതൽ കിടക്കുന്ന സ്ഥലമാ, ഇതുവരെ വിൽക്കാൻ പറ്റുന്നില്ല. വാങ്ങുവാൻ വേണ്ടി ആ വസ്തുവിൽ ആള് വരും, ഒന്ന് നോക്കും പോകും, പിന്നെ ആ വ്യക്തി വരത്തില്ല. അപ്പോൾ പലരും ആമേ പറയും, മന്ത്രവാദി പറയും, ആമേ ശൗനവാദി പറയും, കവടി നിരത്തുന്നവൻ പറയും ഇത് ശാപമാണ്. ശാപം മുറിച്ചൊരു ആമേ സ്തോത്ര ഹല്ലേലൂയ ഒരു മന്ത്രവാദം ചെയ്താൽ ഇത് വിൽക്കും. സ്തോത്രം. പറയുന്നത് ആരോടാ? ആമേ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ദൈവപൈതനോടാ. നീ ഒന്ന് വിശ്വസിക്ക്, അതിന്റെ സമയമാകുമ്പോൾ നീ വിചാരിക്കുന്നതിനപ്പുറമായി എൻ്റെ ദൈവം നടത്തിത്തരാൻ ശക്തനാണ്. നീ ചിന്തിക്കാത്ത അളവിൽ, നീ ചിന്തിക്കാത്ത മണ്ഡലത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാതിരുന്നാൽ കാര്യം നടക്കത്തില്ല. ഇന്ന് പകലിൽ പൂർണ്ണമായ ഒരു തീരുമാനം, കർത്താവേ ഈ വിഷയം നിന്റെ തൻ സന്നിധിയിൽ ഞാൻ തരുവാ. ഇന്ന് പകലിൽ അവിടം ഒരു വിടുതൽ എനിക്ക് ആവശ്യമാണ്. ശാപമെന്ന് പറഞ്ഞവർ കാണേ, ശാപമുണ്ടെന്ന് പറഞ്ഞവർ നോക്കി നിൽക്കേ. യേശു എനിക്ക് ചെയ്യുന്ന ആ പ്രവൃത്തിയെ കാണുവാൻ ശാപമെന്ന് പറഞ്ഞവന്റെ കണ്ണ് തുറന്നു കൊടുക്കേണ്ടതിന് ദൈവം ഒരു വിടുതൽ അയക്കണമേ എന്ന് ഇന്ന് പകലിൽ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സംഭവം പറയാം.
നമ്മളൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി നല്ല മണമുള്ളൊരു സോപ്പ് മേടിച്ചാൽ ആ കവറ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ആ കവറ് പൊളിച്ച് അതിനകത്തിരിക്കുന്ന സോപ്പ് കയ്യിലെടുക്കുമ്പോഴാ അതിൻ്റെ മണം അറിയുന്നേ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഹല്ലേലൂയ, ആമേൻ. അത് ട്രാക്കിൽ അടുക്കി വെക്കുമ്പോൾ അത്രയും മണം കിട്ടത്തില്ല. പക്ഷെ ആ സോപ്പ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കവർ പൊളിച്ച് നമ്മുടെ കയ്യിൽ ആ സോപ്പ് കയ്യിലെടുക്കുമ്പോഴാ അതിൻ്റെ മണം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വാ, ഒന്ന് വിശ്വസിക്ക്. ഈ കർത്താവിനെ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിച്ചാൽ, നീ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചാൽ 2025 ഈ വർഷം തന്നെ ചില തലമുറകളുടെ വിടുതൽ. ആമേൻ. പല ആരാധനകൾ വെച്ചിട്ട്, പല ഉപവാസ പ്രാർത്ഥനകൾ നടത്തിയിട്ട് വിടുതലില്ല എന്ന് പറഞ്ഞ് നീ പുറകോട്ട് പോകരുത്. പരീക്ഷകൻ പുറകിലുണ്ട്. വിശ്വസിക്ക്. എനിക്ക് വേണ്ടി ആ ക്രൂശിൽ പരമയാഗമായി മാറിയ എന്റെ ശാപത്തെ പൂർവ്വപിതാക്കന്മാർ സേവിച്ചു വന്ന വിഗ്രഹ ആരാധനകളെ തകർത്ത് കളഞ്ഞൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. 450 400 850 ബാലിന്റെ പ്രവാചകന്മാർ ആമെ കാളയറുത്ത് ഖണ്ഡഖണ്ഡമായി വെട്ടി മന്ത്രവാദം ചെയ്യുവാൻ അടുക്കൽ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ കൃപയുള്ളൊരു ഏലിയാവ് മുഴങ്കാല് മടക്കി ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഒറ്റ പൂട്ടുപൂട്ടി ഭൂമിയിൽ കെട്ടി പ്രാർത്ഥിച്ചപ്പോൾ ബാലിന്റെ ആമെ ഇസബേലിന്റെ ആമെ കൊട്ടാരത്ത് നിന്ന് ഭക്ഷിച്ചു വരുന്ന 400 450 ചേർന്ന് 850 മന്ത്രവാദികൾ ഒരുമിച്ച് വിചാരിച്ചിട്ട് ഏലിയാവിന്റെ പ്രാർത്ഥനയെ തടയാൻ കഴിഞ്ഞില്ല. ആമേ, ഞാൻ മുന്ന് പകൽക്കാല ആ സംഭവത്തിൽ നിന്നൊരു ദൂത് വിളിച്ചു പറയാ. 1000 10,000 നിനക്കെതിരെ ആവിചാരം ചെയ്തു വിട്ടാൽ നിന്റെ അകത്തിരിക്കുന്നവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ എത്രയോ ശക്തി ഉള്ളവൻ. അവനാണ് നമ്മുടെ ദൈവം. അവൻ സകല ഹന്തകടാകളെയും നിർമ്മിക്കപ്പെട്ടവൻ. അവന്റെ കരസ്പർശനത്തോടെ ഞാൻ ഇരിക്കുന്നത്. ഒരു വിശ്വാസി വിളിച്ചു പറ, ഞാൻ ഇരിക്കുന്നത് എന്റെ അപ്പന്റെ ഉള്ളംകരത്തില. ആയതിനാൽ ഈ മെസ്സേജ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തലമുറയുടെ ഭാവിയെ ദൈവം നടത്തി തരോ. ഇനി ശാപം എന്റെ കുടുംബത്തിലില്ല, എന്റെ തലമുറയിലില്ല, എന്റെ പ്രിയപ്പെട്ടവനില്ല. എന്റെ പ്രിയപ്പെട്ടവന്റെ അപ്പന്റെ അപ്പനിൽ കൂടി വന്ന ആ ശാപം ഈ വചനം പറയുമ്പോൾ അത് അഴിഞ്ഞുകൊണ്ടിരിക്കുകയോ. ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ശാപങ്ങൾ അഴിയാൻ പോകുകയാ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ വായിക്കുമ്പോൾ ഒരു സഹോദരിയുടെ മകൾ ഭൂതം പിടിച്ച് കിടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇനി കൊണ്ടോടുവാൻ ഒരു സ്ഥലമില്ല. ദേശത്തിലുള്ള സകല ആളുകളും വിളിച്ചു പറയുന്നു, സകല മന്ത്രവാദികളും പറയുന്നു, കൈരേഖ ശാസ്ത്രം നോക്കുന്നവൻ പറയുന്നു, വെളിച്ചപ്പാടത്തി പറയുന്നു, 4-ാം വേദക്കാരൻ പറയുന്നു, ഈ സഹോദരിയെ നോക്കി പറയുന്നു, ശാപമാണ്. ആമേൻ. ഏതാണ് ഈ സ്ഥലം? ആമേൻ. ഏതാ ഈ സ്ഥലം? സുറോവനിക്ക ജാതിയിൽപ്പെട്ട ഒരു കനാന്യ സ്ത്രീ. കണ്ടു? അവൾ ഏത് ജാതിയിൽപ്പെട്ടവളാ? സുറോവനിക്ക ജാതിയിൽപ്പെട്ട ഒരു സഹോദരി. ആമേൻ. അവളുടെ മകൾക്ക് വർഷങ്ങളായി വിടുതലില്ലാച്ച ഒരു ഭൂതം കയറി പിടിച്ചിരിക്കുക. കൊണ്ടുപോയ സ്ഥലത്തെല്ലാം അവർ പറയുകയാ, ഇത് ശാപമാണ്. അതുകൊണ്ട് ഈ രോഗം, ഈ അസുഖം, ഈ ഭൂതം ഇവളെ വിട്ട് പോകത്തില്ല, ഇവളെ കൊണ്ടേ പോകൂ. സ്തോത്രം പറഞ്ഞേ. ഏതോ ഒരു പാവപ്പെട്ട സഹോദരി ഒരു പക്ഷേ അവിടെ വീട്ടിലേക്ക് പോയിരിക്കാം. അവൾ യേശുവിനെ കുറിച്ച് ആ സഹോദരിയോട് പറഞ്ഞു കൊടുത്തിരിക്കാം. ആ അവസരം അവൾ ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കാം. സമയം എൻ്റെ മുമ്പിൽ കുറവായതുകൊണ്ട് ആ വാക്യം എടുത്ത് വായിപ്പിക്കുന്നില്ല. ആമേ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ വീട്ടിൽ ചെന്ന് പഠിക്കുമ്പോൾ അവൾ കേട്ട യേശുവിൻ്റെ പുറകിൽ വിശ്വാസത്തോടെ ഇറങ്ങി വരുവാനിടയായി. നമുക്കറിയാം, പുറംജാതിയിൽപ്പെട്ടൊരു പെണ്ണ് ക്രിസ്ത്യാനിയുടെ ദൈവത്തിന്റെ പുറകിൽ ഇറങ്ങി വന്നാൽ സമൂഹം അവളെ ഒറ്റപ്പെടുത്തും, അവളെ കല്ലെറിയും.
അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലെ ഈ സംഭവം നടക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, നീ ഇറങ്ങി വരുന്നത് ആരുടെ പുറകിലാണ്? നിന്നെ സഹായിപ്പാൻ കഴിവുള്ള ആ നസ്രേനായ യേശുവിന്റെ പുറകിൽ നീ ഇറങ്ങി വരാൻ തയ്യാറായാൽ നിന്റെ സകല വിഷയം, എത്ര കാല പഴക്കമുള്ള ഏത് പഴകിയ വിഷയമായാലും ഒരൊറ്റ നിമിഷം കൊണ്ട് സൗഖ്യമാക്കുവാൻ, നിനക്ക് പരിഹാരം വരുത്തുവാൻ കഴിവുള്ളൊരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം. ഈ ദൂത് കേൾക്കുന്ന സ്നേഹിത സഹോദരി, ഒരുപാട് അന്യദൈവങ്ങളുടെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചവനാ ഞാൻ. എൻ്റെ തലയിൽ ഒത്തിരി ചുടുകട്ടകൾ ചുമന്ന് പള്ളിയുടെ 3 റൗണ്ട് വലയം വെച്ച് അവസാനം അവിടെ കിടന്ന് ഉരുണ്ടു മറിഞ്ഞ് എടുത്ത് നേരെ ആറ്റിൽ ചാടി. സ്വത്രം പറ. അല്ലെങ്കിൽ അവിടെ നിന്ന് കുറെ വെള്ളവും കുടിച്ച്. സ്വത്രം. എനിക്ക് മുങ്ങാനും അറിയത്തില്ല, നീന്താനും അറിയത്തില്ല. എടത്തോ പള്ളിയിൽ ആരൊക്കെയോ പണ്ട് നേർച്ച ഇട്ടപ്പോൾ എന്നെ കൊണ്ട് ചുടുകല്ല് ചോപ്പിച്ചു. 3 റൗണ്ട് കറങ്ങി. അതിനുശേഷം ഉരുട്ടി. സ്തോത്രം. എന്നിട്ട് നേരെ കണ്ണു അടച്ചോണ്ട് ഓടി ആറ്റി ചാടാ. ഞാൻ കുറെ വെള്ളം കുടിച്ച് എൻ്റെ വയറ് പെരിയതല്ലാതെ. ഒന്ന് സ്വത്രം പറഞ്ഞേ. എൻ്റെ അമ്മയുടെ കണ്ണുനീര് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ മയക്കം പിടിച്ചോണ്ട് നിൽക്കുന്നത്. നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞ് 10-25 വീട്ടിൽ പോയി പിച്ച എടുക്കായി. സ്വത്രം. എൻ്റെ ദൈവം പിച്ചക്കാരനാ. നിന്റെ വീട്ടിൽ വന്ന് പിച്ച എടുത്ത് പള്ളിയിൽ കൊണ്ട് കൊടുത്ത് അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണോ എൻ്റെ ദൈവം? വിശ്വസിക്കേ. ആ ആറ്റിലെടുത്ത് ചാടി കുറെ വെള്ളവും കുടിച്ച് എൻ്റെ വയറും നിറഞ്ഞ അല്പം ഒരു 10 മിനിറ്റ് കൂടെ കിടന്നിരുന്നെങ്കിൽ ആള് ക്ലോസ് ആയേനെ. സ്തോത്രം. കാരണം ഈ സമുദ്രത്തിനകത്ത് വാഴുന്നൊരു നീതിദേവിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അവള് വായി തുറന്നുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ സമുദ്രത്തിന്റെ അടിയിൽ പോയാൽ വലിച്ചോണ്ട് പോയി അതിനെ താഴ്ത്തി കൊല്ലും. പക്ഷെ ദൈവം അവിടെയും വിട്ടുകൊടുത്തില്ല. ഏതോ ഒരു ചെറുക്കൻ ഇറങ്ങിച്ചാടി എന്നെ പൊക്കിയെടുത്ത് കരയെ കൊണ്ടിരുത്തി. സ്തോത്രം പറ. അതോടെ എടത്തോ പള്ളിയിലെ പോക്ക് നിർത്തി. സ്വത്രം. അങ്ങനെ ഉള്ള പുണ്യ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു പോയവനാ ഞാൻ. ഒരു കുലദൈവത്തിനും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയോ, എല്ലാ കുലദൈവങ്ങളും നോക്കി നിൽക്കേ. ഇന്ന് പകൽക്കാലം ശബ്ദമുയർത്തി വിളിച്ചു പറയാ, എനിക്കൊരിടമുണ്ട്. എന്നെ തെരഞ്ഞെടുത്ത മശിക തമ്പുരാൻ വാഴുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് നിത്യത. ആ നിത്യതയിലേക്ക് പോകുവാനാണ് ഇത്ര ചങ്ക് കയറി പ്രസംഗിക്കുന്നത്. എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ട്. എന്നെ സഹായിച്ചൊരു ദൈവമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നയിൻ എന്നൊരു പട്ടണത്തെ കാണുവാൻ കഴിയും. നയിൻ എന്ന വാക്കിനർത്ഥം സന്തോഷം. സന്തോഷം എന്ന പട്ടണത്തിനകത്ത് ഇറങ്ങി പുറത്തേക്ക് കൊണ്ടുവരുന്നത് ശവമാണ്. ആ പുറത്തേക്ക് ശവം കൊണ്ടുവരാതെ വേണ്ട ആ വാതിൽക്കൽ, പട്ടണവാതിൽക്കൽ യേശും പുരുഷാരവും എത്തി. ആ ശാപത്തെ ദൈവം അടിച്ചു മാറ്റി. ശാപം ശാപം എന്ന് പറഞ്ഞവന്റെ മുമ്പിൽ ഒരു സൈന്യമായി യേശുവിന്റെ നടുവിൽ വന്ന് മരിച്ചുപോയ ആ വിധവയായ മകളുടെ ആ മകനെ ദൈവ മഞ്ചത്തിൽ കൈവച്ച് ചുമട്ടുവാർ നിന്ന് ബാല്യക്കാരായി എഴുന്നേൽക്കട എന്ന് പറഞ്ഞ് അവരെ ഉയർപ്പിച്ച യേശു ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ശാപത്തെ അഴിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-ാമത്തെ വാക്യം താഴോട്ട് പഠിച്ചു വരുമ്പോൾ, ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും അവക്കൊരു വിടുതൽ കിട്ടിയില്ല. ഉള്ള മന്ത്രവാദികളുടെ അരികിലും പുണ്യസ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി. ഒരു കാര്യം മനസ്സിലായി, ഇനി എൻ്റെ കുഞ്ഞിൻ്റെ മരണം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. എല്ലാം തീർന്നുപോയി, എല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് പറഞ്ഞ് നീ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നത്. അപ്പോഴായിരിക്കും നിന്നോടൊരു സുവിശേഷം പറഞ്ഞത് ഓർമ്മ വരുന്നത്. അതും കൂടി ഒന്ന് പ്രവർത്തിച്ചു നോക്കാം. സ്തോത്ര. ഹല്ലേലൂയ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, നിന്റെ ജാതിയോ മതമോ എനിക്ക് വിഷയമല്ല. കാരണം മനസ്സൊന്നു മാറി ഈ ക്രിസ്തുവിലേക്ക് അടുക്കാൻ തയ്യാറായാൽ ശാപമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഏത് വിഷയമാകട്ടെ, ഇന്ന് പകൽക്കാല ശാപത്തെ അടിക്കാൻ ദൈവത്തിന് കഴിയും. ഒരിക്കൽ ഒരിടത്തൊരു സംഭവം നടന്നു. ഒരു യൗവനക്കാരി ആയ സഹോദരി, ബികോം പഠിച്ച ഒരു സഹോദരി, അവക്ക് ജോലി കിട്ടിയിട്ടുള്ള, വിവാഹം നടന്നിട്ടില്ല. കാലിൻ്റെ കണ്ണ് വരെ അവക്ക് മുടിയുണ്ട്. സ്തോത്രം. ജട പിടിച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ആ കൊച്ചിൻ്റെ അപ്പൻ കത്രിക കൊണ്ട് ആ മുടി വെട്ടിക്കൊടുക്കും. ഇതിങ്ങനെ ജട പിടിച്ച് ഉപ്പിത്തി കാലി വരെ താഴ്ന്നു കിടക്കുകയാ. സ്തോത്രം.
പല മന്ത്രവാദികളെയും കൊണ്ടുവന്ന് പൂജ നടത്തി. പക്ഷെ ഈ ജഡയും മാറുന്നില്ല. ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ട് ഇരിക്കുകയാ. ഈ കൊച്ചിന്റെ ഭാവി നടക്കത്തില്ല. ഒരു ചെറുക്കന് വന്ന് ഇവിടെ കാണാനും വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ ആരും അറിയാതെ പെന്തിക്കോസിൽ ഒരു പാസ്റ്ററെ വിളിച്ച് അച്ചായൻ പ്രാർത്ഥന വെച്ചു. സ്വത്രം പറ, സ്വത്രം, ഹല്ലേലൂയ. അന്നേ ദിവസം തമ്പുരാൻ ആ കെട്ടിന ഭൂതത്തെ അവിടെ ശരീരത്തിൽ നിന്ന് അടിച്ചു മാറ്റി. ആ ജഡയെ ദൈവം തമ്പുരാൻ അടിച്ചു മാറ്റി. ആ കുഞ്ഞിന് നല്ലൊരു ഭാവി ദൈവം തുറന്നു കൊടുത്തു. ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലെ, പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി നിർത്ത്. ആമേ, ഒത്തിരി ഓടിയതല്ലേ, ഒത്തിരി ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പൂജ നടത്തിയതില്ലേ, ലക്ഷങ്ങൾ കൊടുത്തതല്ലേ, മറുപടി ഇല്ല, കിട്ടിയില്ല അല്ലേ? മടങ്ങി വാ, ദൈവസന്നിധിയിൽ വാ, യേശുവിന്റെ അടുക്കൽ വാ. നിന്റെ ഒരു 10 രൂപ പോലും, ഒരു 10 പൈസ പോലും, ആമേ ഹല്ലേലൂയ, നീ കൊടുക്കാതെ സൗജന്യമായി ആമേ വിശ്വാസത്തോടെ ആമേ നിന്നെ മാനിക്കുവാൻ, നിന്റെ സകല വിഷയത്തെ നടത്തുവാൻ ഞാൻ പ്രസംഗിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയുമെന്ന്. ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ഈ സഹോദരി കുഞ്ഞിന്റെ വിഷയമായി ഓടി. എന്നാൽ യേശു, ആമേ സ്തോത്രം, വായിച്ചേ ആ 15:21 മുതൽ ഒന്ന് താഴോട്ട് വായിച്ചേ. യേശു അവിടം വിട്ട് മതി. സോർ സീദോൻ എന്ന പ്രദേശം, ഇതെവിടെ നടക്കുന്ന സംഗതിയാ? സോർ സീദോൻ എന്ന പ്രദേശത്ത്, ആ സ്ഥലത്ത് നടക്കുന്ന ഒരു വിടുതല ഞാൻ പറയുന്നേ. ഒറ്റ രാത്രി കൊണ്ട് ആ സഹോദരി തീരുമാനമെടുത്തു. എന്താ തീരുമാനം? അവൾ ഒത്തിരി കുറവുള്ളവളാ. പക്ഷെ അവൾ കേട്ടത് വിശുദ്ധനായ ഒരു ദൈവപുത്രൻ നാളെ ഇതുവഴി വരുന്നുണ്ട്. അപ്പൊ എന്റെ കുറവും വെച്ചോണ്ട് ഈ വിശുദ്ധനായ യേശുവിന്റെ അടുക്കൽ പോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഉള്ളിനകത്ത് കയ്പും വെച്ചോണ്ട്, കുറവും വെച്ചോണ്ട് പലരും നടക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവമക്കളെ, ഒത്തിരി വിശ്വാസ ജീവിതത്തിൽ വന്നവരുണ്ട്, ദൈവദാസന്മാരെ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. പറ്റിക്കുന്ന ചില ആളുകളുണ്ട് വിശ്വാസികളുടെ ഇടയിൽ. കാര്യം എന്താണെന്നറിയാമോ? 40-35 വയസ്സായിട്ട് മക്കളുടെ വിവാഹം നടക്കുന്നില്ല. ഉള്ള പ്രവാചകന്മാരെ എല്ലാവരെയും വിളിച്ചിട്ട് ആലോചന ചോദിക്കും. ഒന്നും ഒക്കത്തില്ല. അമ്മാമ്മയ്ക്കൊത്താൽ അച്ചായനൊക്കത്തില്ല, അച്ചായനൊത്താൽ പെൺകുട്ടിക്കൊക്കത്തില്ല. സ്തോത്രം പറഞ്ഞേ. എന്നിട്ട് പാസ്റ്റർമാരെ വിളിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പറയും. ഇട്ട് കൊടുത്തത് തന്നെ. സ്തോത്രം. എത്രയോ പേര് ഇതുപോലത്തെ ആമേ സ്തോത്രം, ആമേ ഇവരുടെയൊക്കെ തട്ടിപ്പിൽ വീണു പോയിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ പറ്റിക്കരുതേ. ദൈവം ഒരു ആലോചന തന്നാൽ അത് നീ ഏറ്റെടുത്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച വിടുതലേക്ക് കയറി വരണം. പലരും പ്രവാചകന്മാരെ നോക്കി പോവുകയാണ്. മുഴങ്കാലുമടക്കി വീട്ടിനകത്ത് മുട്ടുകുത്തി നിന്റെ തലമുറയ്ക്ക് വേണ്ടി അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് കരയണം. വഴിയെ പോണ ഭൂതത്തെ പിടിച്ച് വീട്ടിനകത്ത് കയറ്റരുതേ. ഇപ്പൊ ഈ കൊച്ചിന്റെ ശരീരത്തിൽ ഭൂതം കയറിയിരിക്കുക. ഈ സഹോദരി എന്ത് ചെയ്തെന്നറിയാമോ? തീരുമാനം എടുത്തു. എന്താ തീരുമാനം? ശയിച്ചേട്ടാ, തീരുമാനം പറയാം. ഏതാ സ്ഥലം? ഏതാ സ്ഥലം? സോർ സീദോൻ എന്ന സ്ഥലം. അതൊരു നല്ലൊരു ഗ്രാമമാ, ഒരു ടൗണാ. ഈ സുറോബോനിക്ക ജാതിയിൽപ്പെട്ട കനാന്യ സ്ത്രീയുടെ ആങ്ങളമാരൊക്കെ കച്ചവടം നടത്തുന്ന ഒരു ജംഗ്ഷനാ. അവർക്ക് കടയുണ്ട്. പോരാഞ്ഞതിന് എവളെ ആളുകൾ മുഴുവനും അവിടെയാണ് കിടക്കുന്നത്. മനസ്സിലായോ? നാളെ അതുവഴി യേശു വരുന്നുണ്ട്. ആ യേശുവിൻ്റെ പുറകെ പോയാൽ കല്ലേറ് വരും. സ്വത്രം പറ. കാർ തുപ്പലേക്കേണ്ടി വരും. സ്വത്രം പറ. മാന്യമായിട്ട് കഴുത്ത് നിറയെ 4-5 മാലയിട്ട്, ഒരു 3 തട്ട് കമ്മലൊക്കെ ഇട്ട്, 10 പവന്റെ കൊലുസൊക്കെ ഇട്ട് തത്തിയൊക്കെ നടന്നതാ. ഇപ്പൊ എല്ലാം കൂടെ വലിച്ചൂരി കളഞ്ഞിട്ട് ഇപ്പോൾ ഒന്നുമില്ലാതെ ജനിച്ച അതേ മോഡലിൽ യേശുവിൻ്റെ പുറകെ പോകുന്നു എന്ന് പറഞ്ഞു ചിലരെ കളിയാക്കാൻ തുടങ്ങി, ചിലരെ പരിഹസിക്കാൻ തുടങ്ങി. സ്വത്രം. ഇതൊക്കെ പുള്ളിക്കാരിക്ക് ഓർമ്മ വന്നു.
തലേ രാത്രി ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ എന്നെ കൂകിയാലും, ആരൊക്കെ കല്ലെറിഞ്ഞാലും എൻ്റെ കുഞ്ഞിൻ്റെ വിഷയമാ, എൻ്റെ കുഞ്ഞിൻ്റെ വിടുതലാ. എടാ, നീ ലോകം നോക്കരുത്, നീ കമ്മലുമാലയും പിടിച്ചോണ്ടിരിക്കരുത്. ആമേ, ഹല്ലേലൂയ. ഡ്രസ് നോക്കരുത്, കർത്താവിനെ നോക്ക്. ആമേ, ലോകത്തിൽ കുറെ കൊണ്ട് ഓടിയതല്ലേ, ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ, വല്ലതും നടക്കണോ? വിടേണ്ടത് വിട്ട് ആമേ ദൈവസന്നിധിയിൽ വാ. കുല ദൈവങ്ങളെ വലിച്ചെറി. ആമേ, യേശുവിന്റെ അടുക്കൽ വാ വിശ്വാസത്തോടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ വരുന്നവനെ ദൈവം നിരാശപ്പെടുത്തത്തില്ല. ആ സഹോദരി എന്നാ ചെയ്യുന്നറിയാമോ? പിറ്റേ ദിവസം അതുവഴി പുരുഷാരം യേശുമായി കടന്നു വരുമ്പോൾ ഏറ്റവും പുറകിൽ, ആ കൂട്ടത്തിൽ അവൾ കയറിയില്ല, അവൾ ഒറ്റയ്ക്ക് ഏറ്റവും പുറകിൽ നിന്ന് നിലവിളിക്കുകയാ, യേശുവേ, ദാവീദ് കുമാരാ, എന്നോട് കരുണ തോന്നണമേ. എങ്ങനെയാ വിളിച്ചേ? യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ. എവിടെ കിടന്നാ വിളിക്കുന്നേ? ഏറ്റവും പുറകിൽ കിടന്ന. ആ നാട്ടിലെ എല്ലാ ആളുകളും കേട്ടു. അവളെ സഹോദരങ്ങൾ ഉൾപ്പെടെ, ബന്ധുക്കൾ ഉൾപ്പെടെ, ചാർച്ചക്കാരുൾപ്പെടെ എല്ലാവരും കേട്ടു. സ്തോത്രം. കുറെ പേര് എറിയാൻ കല്ല് കയ്യിലെടുത്തിരിക്കാം. എറിഞ്ഞോ എറിഞ്ഞില്ലയോ ആമേ ഞാൻ കണ്ടില്ല. ആമേ, പലരും കാർക്കിച്ച് തുപ്പ. പക്ഷേ അവളെ ശ്രദ്ധയും മൈൻഡും അങ്ങോട്ട് കൊടുത്തില്ല. അവളെ ശ്രദ്ധയും മൈൻഡും മനസ്സ് അവൾ യേശുവിലേക്ക് കൊടുത്തു. ഇന്ന് പകൽ സന്ദേശം കേൾക്കുന്ന ദൈവവൈതലെ, ഈ ലോകത്തിൽ ഒരുപാട് ഓഫറുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച, അടുത്ത ആഴ്ച ഓണ, തിരുവോണ, ഭയങ്കര ഓഫറാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. സ്വതന്ത്രം പറ. ഓഫർ നോക്കി സാധനം മേടിക്കാൻ പോകുന്നവരുണ്ട്. ഇവിടെ ഓഫറിൻ്റെ പുറകെ പോയില്ല, കുറേ കാലം ഓടിയതാ ഓഫറിൻ്റെ പുറകില്. പക്ഷെ ഇപ്പോൾ വന്നത് തമ്പുരാന്റെ സന്നിധിയില്ല. ഇതിനകത്തൊരു ഉപദേശമുണ്ട്, ഇതിനകത്തൊരു പഥ്യമുണ്ട്, ഇതിനകത്തൊരു പ്രമാണമുണ്ട്. ഈ വചനത്തിൽ നിൽക്കുന്നവനെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. കാരണം ഇതെടുത്തവൻ ഒരിക്കലും നിരാശപ്പെടത്തില്ല. ഇതെടുത്തോണ്ട് ഇറങ്ങിയവൻ തോറ്റുപോയിട്ടില്ല. ആർക്കും വേണ്ടാതെ ഇന്നേക്ക് 17 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ കിടന്ന് ആമെ മദ്യം കഴിച്ച് നാടൻ ചാരായം വാറ്റി ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെ, എന്റെ സ്ഥിതിയെ മാറ്റിയെടുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ സ്നേഹിത, നിന്നെ മാറ്റാൻ ദൈവത്തിന് ഒരൊറ്റ സെക്കൻഡ് മതി. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അവൾ നിലവിളിച്ചുകൊണ്ട് പുരുഷാരത്തിന്റെ പുറകിൽ അവൾ ഓടി യേശുവിന്റെ അടുക്കലെടുത്തു. 12 ശിഷ്യന്മാരിൽ പത്രോസ് അവളെ കാണുകയാ. പത്രോസ് അവളെ നോക്കുമ്പോൾ അവളെ കൂടെ ആരുമില്ല. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ. പത്രോസ് ഓടി പുരുഷാരത്തിന്റെ ഇടയിൽ ചെന്ന് യേശുവിന്റെ ചെവിയിൽ പറഞ്ഞു, കർത്താവേ, യോഗത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു സഹോദരി ഏറ്റവും പുറകിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ട് വരികയാ. ഓ, എന്തോ വിഷയമുണ്ട്. അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്ക്, അവൾ പോകട്ടെ. സ്തോത്രം. ഒന്ന് സ്തോത്രം പറ. ഇന്നലെ രാത്രി ഉറങ്ങാതെ അവളും തമ്പുരാനും ഒരുമിച്ചായിരുന്നേ. അവളെ മുറിക്കകത്ത് യേശു ഇറങ്ങി വന്നു. ഇത് പത്രോസും കണ്ടില്ല, 12 ശിഷ്യന്മാരും കണ്ടില്ല, ലക്ഷക്കണക്കിന് പുരുഷാരവും കണ്ടില്ല. ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൽ ഒരു ദൂത് ആത്മീയതയിൽ പറയാ. ആമേ സ്തോത്ര. നീ അടച്ചുപൂട്ടിയ മുറിക്കകത്ത് മുഴങ്കാലിൽ ഇരുന്ന് വിഷയത്തിന് വേണ്ടി കരയുന്ന ഒരു സഹോദരിയാണെങ്കിൽ, ഒരു സഹോദരിയാണെങ്കിൽ, സഹോദരനാണെങ്കിൽ നിന്റെ അരിയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആമേ, ഏതൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാൽ തമ്പുരാന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക. ആമേ, 10 പൈസ ചെലവില്ലാതെ നിന്റെ തീരുമാനത്തിനകത്തു നിന്ന് നിന്നെ സഹായിപ്പാൻ യേശുവിന് കഴിയോ? പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. പത്രോസ് പറഞ്ഞു, കർത്താവേ, അവർക്ക് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്ക്, അവൾ പൊയ്ക്കോട്ടെ. യേശു കേട്ട ഭാവം നടിച്ചില്ല. ആ പുറകിൽ കിടന്ന് അവൾ നിലവിളിക്കുക, യേശുവേ, ദാവീദ് പുത്ര, എന്നെ സഹായിക്കേ. കേട്ട ഭാവം നടിച്ചില്ല. അവൾ ഓടി എങ്ങനെ യേശുവിൻ്റെ അടുക്കലെത്തി. ആമേ, യേശു അവളോട് പറഞ്ഞു, ആമേ സ്തോത്ര, ഇതെൻ്റെ മക്കൾക്കുള്ള ആഹാരമാണ്, ഇത് ഞാൻ എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. ആമേ സ്തോത്ര. ആ പുരുഷാരത്തിൻ്റെ നടുവിൽ, ആ ശിഷ്യന്മാരുടെ മുമ്പിൽ
ആ കനാന്യ സ്ത്രീയെ, സുറോഫോനിക്കാരിയായ കനാന്യ സ്ത്രീയെ ഒരു നായയായിട്ട് ദൈവം അവിടെ ഉപമിച്ചു. എങ്കിലും അവൾ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ആമേ, ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നാൻ എന്തുകൊണ്ടും യോഗ്യത ഉള്ളത് നായ്ക്കുട്ടികളാ. അത് നായ്ക്കുട്ടികൾ ഭക്ഷിക്കട്ടെ, പക്ഷേ എനിക്കുള്ള വിടുതൽ നിന്റെ കയ്യിലുണ്ട്, അതുകൊണ്ടേ പോകത്തുള്ളൂ. ഞാൻ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ഈ പ്രയർ ഹാളിൽ ആള് വളരെ കുറവാണെങ്കിൽ ഞാൻ ഇത്രയും വില കൊടുത്ത് 2-3 വാഹനം കയറി ഇവിടെ വന്നത് എൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിന് വേണ്ടിയാ, എൻ്റെ ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാ, എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയാ ഞാൻ ഇവിടെ വന്നിരുന്ന് കരയുന്നത്. മറ്റൊരാൾക്ക് കാണുവാനല്ല, ഞാൻ എൻ്റെ ദൈവസന്നിധിയിലാണ് കരയുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഇന്ന് പകൽക്കാല നിനക്ക് തടസ്സമായിരുന്ന ശാപത്തെ ദൈവം അടിച്ചു മാറ്റുകയാണ്. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ആമേ, ഭൂമിയിൽ ശാപവുമുണ്ട് അനുഗ്രഹവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ശാപത്തെ അടിക്കുവാൻ യേശുവിന് കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ നാളിതുവരെ കുരുങ്ങി കിടക്കുന്ന ചില വിഷയത്തിൻ്റെ നടുവിൽ ഒന്ന് വിശ്വസിക്ക് സ്നേഹിത, സഹോദരി, ഒന്ന് വിശ്വസിക്ക്. ഈ ശാപത്തെ അടിക്കുവാൻ യേശു കാൽവരിയിൽ കയറിയത് നിന്റെയും എൻ്റെയും വിടുതലിന് വേണ്ടിയാണ്. വിശ്വാസമുണ്ടെങ്കിൽ ആ കരങ്ങളെ അടിച്ച് ചാടി വേഗത്തിൽ എഴുന്നേറ്റ് നിന്റെ ഭവനത്തിൽ ദൈവം വലിയൊരു വിടുതൽ അയച്ചു കഴിഞ്ഞു. ശാപത്തിൻ്റെ കെട്ടുകളെ അടിപ്പാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിയുക. നോക്കണമേ, ഇവിടെ കുഞ്ഞിൻ്റെ ശരീരത്തിരുന്ന ഭൂതത്തെ യേശു ഹാലിൽ ഒറ്റ വാക്കുകൊണ്ട് അതിനെ ശാസിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഭൂതത്തെ യേശു വചനത്തിൽ കൂടി പുറത്താക്കും. ഈ സഹോദരിയുടെ തലമുറയെ, അതിൻ്റെ ഭാവിയെല്ലാം നഷ്ടപ്പെട്ടു പോയ ആ മണ്ഡലത്തിൽ അവിടെ ശരീരത്തിൽ നിന്ന് ഭൂതത്തെ യേശു ഒറ്റ വാക്ക് പറയുമ്പോൾ അവളെ ഉപദ്രവിച്ചിരുന്ന ഭൂതത്തെ യേശു പുറത്താക്കി. ആ കരങ്ങളെ അടിച്ച് കർത്താവ് സ്തോത്രം ചെയ്തേ. നിന്റെ ഭവനത്തിൽ നിന്നെ ഓർത്ത്, നിന്റെ പ്രാർത്ഥനയെ കണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരാൻ പോവുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയുടെ ഭാവിയെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. കരങ്ങളെ അടിച്ചുകൊണ്ട് ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഇലയാതിൻ വൈദ്യനവൻ നിനക്കായി അഭിഷേകത്തിൻ തൈലക്കൂട്ടൊരുക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽക്കാലം ദൈവിക സാന്നിധ്യമാവേ എന്റെ മേൽ ദൈവം അയച്ചതിനാൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. ഇന്ന് പകൽക്കാലം ചില വേദനകളിൽ, ഇന്ന് പകൽക്കാലം ദൈവിക വിടുതൽ നിന്റെ മേൽ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിലെ രോഗമണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില രോഗശക്തികൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുകയാ. ചിലരുടെ ശാപങ്ങൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുകയാ. നിന്റെ തലമുറയുടെ ഭാവിയെ കണക്ട് ചെയ്ത വ്യാപാരങ്ങൾ, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ ബന്ധിച്ച ഭൂരികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം ചില ദൈവമക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ.